പറഞ്ഞേ. മഫൂല് ലഹു, മഫൂല് ഫീഹി, മഫൂല് മഅ, മഫൂല് മുത്തലഖ്. മഫൂലുകളെ കുറിച്ച് പറഞ്ഞു. വയ്യ ഖംസത്തു അദ്റുബിൻ. മഫൂലുകൾ എത്ര ഇനുണ്ട്? 5 ഇനം. അദ്റുബ് എന്ന് പറഞ്ഞ ഇനങ്ങൾ നാട്ടോ. വൽ മഫായിലു വഹിയ മഫൂലുകൾ ഖംസത്തു അദ്റുബിൻ 5 ഇനങ്ങളാണ്. മഫൂൽ എത്ര ഇനാണ്? 5 ഇനം. കുല്ലുഹാ അവകൾ മുഴുവനും മൻസൂബത്തുൻ. എന്താ അർത്ഥം? കുല്ലുഹ ആ മഫൂലുകൾ മുഴുവനും മൻസൂബുകളാണ്. ആ നിസ്ബാക്കപ്പെട്ട സർവ മഫൂലും ഏതാണ്? ഫായിലിന്റെ ഇറാബ് എന്താ? ഫോണ് എല്ലാവർക്കും ഉണ്ടോ? മുറിഞ്ഞു പോകുന്നത്? മുറിഞ്ഞു പറഞ്ഞിട്ടുണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? ഇല്ലല്ല, ക്ലിയർ ആണല്ലോ. ഉണ്ട്, മുറിയുന്നില്ല, കേൾക്കുന്നില്ല. ആ ഇപ്പൊ ക്ലിയർ ഉണ്ടാവുകയാണെങ്കിൽ. ഇപ്പൊ ക്ലിയർ ഉണ്ടോ? കേൾക്കുന്നുണ്ട്. ആ ഇത് നല്ലോണം മനസ്സിലാക്കേണ്ട ബാബ. എനിക്ക് ഒച്ചട്ട് പറയാൻ വയ്യ. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. വഹിയ മഫ്ഊല് എന്നുള്ളതിന്റെ ബഹുവചനാണ് ഏത്? മഫായീൽ. വഹിയ ആ മഫ്ഊലുകൾ ഖംസത്തു അദ്റുബിൻ എത്ര ഇനങ്ങളാണ്? 5 ഇനങ്ങളാണ്. കുല്ലുഹ അവകൾ മുഴുവനും മൻസൂബത്തുൻ ഒക്കെ ഏതാണ്? മൻസൂബാണ്. നമ്മളെ ലാപ്ടോപ്പ് നാശയിക്കണ്, അത് നന്നാക്കാൻ കൊടുക്കണം. അത് അതുകൊണ്ടാണ് ഇതിൽ ക്ലാസ് എടുക്കണത്, ക്ലിയർ കിട്ടാത്ത എളുപ്പം. ഞാൻ ഇപ്പൊ വായിച്ചതിന്റെ അർത്ഥം മനസ്സിലായ നിങ്ങൾക്ക്? അതോ മനസ്സിലായില്ലേ? മനസ്സിലായോ? നിങ്ങൾ ഒന്നിരിക്കുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ക്ലിയർ ആണ്. ആ മഫൂൽ എത്ര ഉണ്ട് എന്നാ പറഞ്ഞേ? 5 ഇനങ്ങള്. 5 ഇനങ്ങള്. എല്ലാ മഫൂലുകളും എന്താണ് ഇറാബ്? മൻസൂബത്തുൻ. ഒരു ഫായിലിന് റഫ ആയതുപോലെ മഫൂലിന് ഫായിലിന്റെ ഇറാബ് മർഫൂ ആണ്. മഫൂലിന്റെ ഇറാബ് എന്താണ്? മഫൂലിന്റെ ഇറാബ് എന്താണ്? മൻസൂബ. ഏതൊക്കെയാണ് 5 മഫൂല്? അൽ മഫൂലുൽ മുത്ലഖു 1, വൽ മഫൂലു ബിഹി 2, വൽ മഫൂലു ഫീഹി 3, വൽ മഫൂലു ലഹു 4, വൽ മഫൂലു മഅഹു 5. അപ്പൊ എത്രണ്ണായി? 5 എണ്ണായി. ഏതൊക്കെ? 1 മുത്ലഖ്, 2 ബിഹി, മഫൂലു ബിഹി, മഫൂലു ഫീഹി, മഫൂലു ലഹു, മഫൂലു മഅഹു. നല്ലോണം മനസ്സിലാക്കിക്കോളി. ഇതിൽ ആദ്യം പറയുന്നത് മഫൂൽ മുത്ലഖാണ്. ഫസ്ലുൻ വൽ മഫ്ഊലുൽ മുത്ലഖു മഫ്ഊല് മുത്ലഖായി വരുന്ന സാധനം വഹുവൽ മസ്തറു അത് മസ്തറായിരിക്കും. ഒരു സാധനം മഫൂല് മുത്ലഖാണെങ്കിൽ അത് എന്തായിരിക്കും? മസ്തറായിക്കാരം. അപ്പൊ മഫൂൽ മുത്ലഖാണോ അതെന്താകണം? എന്താകണം?
മസ്തർ അല്ലാത്തത് മഫൂല മുത്തലക്കായിട്ട് മസ്തർ അല്ലാത്തത് വരൂല. വരുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ വേറെ കുറെ നിബന്ധനകളുണ്ട്, പിന്നെ പറയും. പറഞ്ഞത് വൽ മഫൂലുൽ മുത്തലഖു, മഫൂല് മുത്തലഖ്, വഹുവൽ മസ്തറു, അത് മസ്തറാണ്. നഹ്വു ദറബ്തു ദർബൻ, കണ്ടോ, ദറബ്തു ദർബൻ, ഞാനൊരടിക്കൽ അടിച്ചു. എന്താണ് അർത്ഥം? ഞാനൊരടിക്കൽ അടിച്ചു. അടിച്ചു. കണ്ടങ്ങള്, ലറബ്തു ഫിഇല് ഫായില്, ലർബൻ മഫ്ഊൽ മുത്ലഖ്. ഏതാണ് മഫ്ഊല് മുത്ലഖ്? പിന്നെ ഒന്നും കൂടി, ആ ഫിഇലിന്റെ അതേ മസ്തറാണ് മഫ്ഊൽ മുത്ലഖായിട്ട് വരിക. അപ്പൊ മഫ്ഊൽ മുത്ലഖ് ഒരു ഫീലും ഫായിലും ഉണ്ടാവൂലേ, അതേ ഫിഇലിന്റെ മസ്തറാണ് എന്തായിട്ട് വരിക? മഫ്ഊല് മുത്ലഖായിട്ട് വരിക. ഇവിടെ കണ്ടില്ല നിങ്ങള്, ലർബ എന്നുള്ളത് ഏന്ന് പോകുന്നതാ? അറബിന്ന് പോകുന്നതാണ്. അതാണ് ആ പറഞ്ഞേ. അത് മനസ്സിലാക്കി വെക്കണം. മഫൂല് മുത്തലക്കായി വരുന്ന മസ്തർ അതിന്റെ മുമ്പുള്ള ഫീലിന്റെ അതേ മസ്തറൈക്കാരം. ഖതബ്തു കിതാബതൻ, ജലസ്തു ജുലൂസൻ, ദഹബതു ദഹാബൻ. കണ്ടോ, ഞാനൊരു പോകല് പോയി. ദഹാബ് എന്നുള്ളത് ആരെ മസ്തറാണ്? ദഹബന്റെ മസ്തറാണ്. ഇത് മഫൂൽ മുത്ലഖിന് മാത്രം പ്രത്യേകം ആണ് കേട്ടോ. മഫൂൽ ലൗന് പറഞ്ഞോളി. അതാ പറയണേ. ഞാൻ ഈ നിങ്ങളെ മണ്ടേ കയറിയോ? മഫൂൽ മുത്ലഖ് എപ്പോഴും മസ്തറൈക്കാരം. ആ മസ്തറും അതിന്റെ ഫീലും ഒരേ സെന്റൻസിൽ ഉണ്ടാകും. ഈ മഫൂൽ മുത്ലഖിന് ഏത് ഫീലാണോ നെസ്ബ് ചെയ്തത് അതേ ഫീലിന്റെ മസ്തർ തന്നെയാണ് എന്തായിട്ട് വരേണ്ടത്? മഫൂലായിട്ട് വരുന്നത്. മഫൂലല്ല, മഫൂലല്ല, എന്തായിട്ട്? മഫൂല് ലറബ്തു ലർബൻ, ഞാനൊരടിക്കൽ അടിച്ചു. ഈ ലർബ എന്നുള്ളത് ആരെ മസ്തർ തന്നെയാണ്? അനിതാ പറയണേ ഫലർബൻ, ലർബൻ എന്നുള്ളത് നസ്ബുൻ, അത് നസ്ബ് ചെയ്യപ്പെട്ടതാണ്. അലൽ മസ്തരി, മസ്തറി എന്ന നിലക്ക് നസ്ബ് ചെയ്യപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ മഫൂൽ മുത്ലഖാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഫൂല് മുത്തലഖാണ്. ഒരു പ്രത്യേക അർത്ഥം ഉള്ള ക്രിയനെ ഒന്ന് തൈക്കീത് ചെയ്യാനാണ് ആര് വരിക? ലർബൻ, ഞാനൊരു അടിക്കൽ അടിച്ചു. എന്തെങ്കിലും ഒരു പ്രത്യേക അർത്ഥം കിട്ടിയോ? എന്തെങ്കിലും ഒരു അർത്ഥം കിട്ടിയോ? ഒരു അടിനെ ഒന്നുകൂടി സ്ട്രോങ് ആക്കി എന്നുള്ള അർത്ഥം കിട്ടി. അതന്നെ, ആ സ്ട്രോങ് ആക്കലാണത്. ഇനി നോക്കിക്കോളി, ഇനി ഇത് അള്ളാഹ് പറയണേ. ഖാലല്ലാഹു തആല, പടച്ചവൻ പറയുന്നു, വനുസ്സിലൽ മലായികതു തൻസീലാ, വനുസ്സിലൽ മലായികതു, മലക്കുകളെ ഇറക്കപ്പെട്ടു, തൻസീലൻ, ഒരു ഇറക്കൽ ഇറക്കപ്പെട്ടു. നസ്സല, ഇറക്കി, അതിന്റെ മജ്ഹൂലാണേത്? യുസമ്മ ഫായിൽ, അൽ മലായികതു, അതാണേത്? തൻസീലൻ, അതാണ് മഫൂല് മുത്ലഖ്. തൻസീൽ എന്നുള്ളത് ആരാ മസ്തറ? മസ്തർ. അപ്പൊ മഫൂൽ മുത്ലഖായി വരുന്ന മസ്തർ അതിന്റെ മുമ്പുള്ള അതേ ഫീലിന്റെ മസ്തറൈക്കാരം. ഇതാ വീണ്ടും എന്താ പറയണേ? വഖാലല്ലാഹു തആല, പടച്ചവൻ പറയുന്നു, സുമ്മ ഖബളിനാഹു, പിന്നെ നാം അവനെ പിടിച്ചു, ഇലൈന, നമ്മളിലേക്ക്, ഖബ്ളൻ യസീറാ, എളുപ്പമുള്ള പിടിക്കൽ പിടിച്ചു. എളുപ്പമുള്ള പിടിക്കല് പിടിച്ചു. ഖബളിന, നാം പിടിച്ചു. അതിലെന്തൊക്കെ ഉണ്ട്? അവനെ, അതാണേത്? ഒന്നാം മഫൂല്. നമ്മളിലേക്ക്
ഖബ്ലൻ ഒരു പിടി, ഒരു പിടിക്കൽ പിടിച്ചു. അപ്പൊ ഏതാ മഫ്ഊൽ മുത്ലഖ്? ഖബ്ലൻ. കബ ഖബ്ലൻ. ഈ ഖബ്ല എന്നുള്ള പോകുന്നതാണ്, കബ ഖബ്ലീന്ന് പോകുന്നതാണ്. ദാ मैंने बच्चों से वड़ा लिया कुछ ആരാ അങ്ങനെ കരകര കരകര അറിയണേ? ആ, അതിലിപ്പോ മനസ്സിലാക്കിയാ മതി. അപ്പൊ അത് പിന്നെ പറയുന്നത് വേറെ വിഷയമാണ്. അതിപ്പോ നിങ്ങളെ മണ്ടേ കയറൂല, കുറച്ച് കഴിയണം കയറണമെങ്കിൽ. ഞാൻ കഴിഞ്ഞ ആഴ്ച അടുത്ത് അറിഞ്ഞിരുന്ന നിങ്ങൾക്ക് തിരിഞ്ഞോന്ന് അറിയില്ല. ഏതായാലും ഇപ്പൊ എന്താ പഠിപ്പിച്ചെന്ന് ഇപ്പോ മഫ്ഊല് മുത്ലഖ്. മഫ്ഊൽ മുത്ലഖ് മൻസൂബാണ്. അതേപോലെ മഫ്ഊൽ മുത്ലഖ് എന്താണ്? മസ്തറാണ്. മഫ്ഊൽ മുത്ലഖിന് നെസ്ബ് ചെയ്ത ഫീലിന്റെ അതേ മസ്തറാണ് എന്തായിട്ട് വരിക? എന്തായിട്ട് വരിക? മഫ്ഊൽ മുത്ലഖായിട്ട് വരാം. ആയിട്ട് വരാം. ഇനി നോക്കിക്കോളി, രണ്ടാമത് പറയുന്നത് മഫ്ഊല് ബിഹിയാണ്. ഏതാണ്? രണ്ടാമത്തെ വരിയിൽ നോക്കുക, മഫ്ഊല് ബിഹി. മഫ്ഊല് ബിഹി എന്ന് പറഞ്ഞാൽ ഫായിലിന്റെ പ്രവൃത്തി മഫ്ഊലിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? വിട്ട് കടന്നിട്ടുണ്ടാവും. അതിനാണ് എന്ത് എന്ന് പറയുന്നത്? മഫ്ഊല് ബിഹി അറിയാം. എടോ പറയണ മനസ്സിലാവുണ്ടോ? എന്താ മഫ്ഊല് ബിഹി പറഞ്ഞാല്? ഫായിലിന്റെ പ്രവൃത്തി മഫ്ഊലിലേക്ക് വിട്ടുകടന്നിട്ടുണ്ട്. ലറബ സൈദുൻ താലിബൻ. സൈദ് ത്വാലിബിനെ അടിച്ചു. അപ്പൊ സൈദിൽ നിന്നുള്ള അടി അവനെയും വിട്ട് ആരിലേക്ക് കടന്നു? താലിബിലേക്ക് വന്നു. കടന്നു. അതാണ് മഫ്ഊല് ബിഹി. അതാ പറയണേ. നോക്കിക്കോളി, വൽ മഫ്ഊലു ബിഹി. മഫ്ഊല് ബിഹി എന്ന് പറഞ്ഞാൽ അത് മാ ഒന്നാണ്. എങ്ങനത്തെ ഒന്ന്? യതഅദ്ദ ഇലൈഹി, ആ ഒന്നിലേക്ക് വിട്ടുകിടക്കും. അൽ ഫിഇലു, ഏത് വിട്ടുകിടക്കും? ഫീല് വിട്ടുകിടക്കും എന്ന് പറഞ്ഞാൽ ഫായിലിന്റെ പ്രവൃത്തി ആരിലേക്ക് വിട്ടുകിടക്കും? മഫ്ഊല് ബിഹിയിലേക്ക് വിട്ട് കടക്കും. അപ്പോ വൽ മഫ്ഊലു ബിഹി, ഇത് നമ്മൾ വ്യാപകമായി കാണാട്ടോ. മഫ്ഊല് ബിഹി കുട്ടിന് തേങ്ങണ മാതിരി കാണും. ഇന്ന അഴ്ത്തൈന കൽ കൗസർ. നാം നൽകി താങ്കൾക്ക്. എന്നുള്ളതാണ് മഫ്ഊല് ബിഹി. പിന്നെ പുട്ടിന് തേങ്ങരണ മാതിരി കാണുന്നതാണ് ഏത്? മഫ്ഊല് ബിഹി. ഇയ്യാക നഅ്ബുദു. നഅ്ബുദു എന്നുള്ളതിന്റെ മഫ്ഊലാണ് ഏത്? ഇയ്യാക. പിന്നെ അറഅയ്ത, നീ കണ്ടുവോ? അല്ലദീ, ഒരുവനെ. റായിത്തന്നെ മഫ്ഊല് ബിഹി ആണ് ഏത്? അല്ലദി. അല്ലദീ. അത് വ്യാപകമായി കാണുന്നതാ. അതാവൽ മഫ്ഊലു ബിഹി. മഫ്ഊലു ബിഹി എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്. എങ്ങനത്തെ ഒന്ന്? യതഅദ്ദ ഇലൈഹി, ആ ഒന്നിലേക്ക് വിട്ടുകിടക്കും. അൽ ഫിഇലു, ഫിഇല് വിട്ടുകിടക്കും. എന്ത് വിട്ടുകിടക്കും? അതിന്റെ ഫായിലിന്റെ പ്രവൃത്തി മഫ്ഊലിലേക്ക് വിട്ടുകിടക്കും. നഹ്വു ഖൗലിക്കാനിന്റെ വാക്ക് പോലെ ലറബ സൈദുൻ അംറ, സൈദ് അംറിനെ അടിച്ചു. സൈദ് അംറിനെ അടിച്ചു. ലറബ ഫീല്, സൈദ് ഫായില്, അംറൻ ആര്? മഫ്ഊലു ബിഹി. അപ്പൊ സൈദിന്റെ അടി ആരിലേക്ക് പോയി? വിട്ടുകടന്നു? അംറിലേക്ക്. അംറിലേക്ക്. അതാ പറഞ്ഞത് വൽ മഫ്ഊലു ബിഹി. മഫ്ഊലു ബിഹി എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്. എങ്ങനത്തെ ഒന്ന്? യതഅദ്ദ ഇലൈഹി,
ആ ഒന്നിലേക്ക് വിട്ടുകിടക്കും അൽ ഫീലു പ്രവർത്തി നഹ്വു ഖൗലിക ലറബ സൈദുൻ അംറ ദാ പറയണേ റഫഅത സൈദൻ നീ സൈദിനെ റഫഅ ചെയ്തു റഫഅത എന്താ അർത്ഥം റഫാക്കി നീ റഫഅ ചെയ്തു സൈദൻ ആർക്ക് സെയ്ദിന് സൈദിന് അവിടെ സൈദ് എന്നുള്ളതിന്റെ തർക്കീബ് എന്താ മഫൂലും ബി ആ അതന്നെ മഫൂലും ബി അതെന്തുകൊണ്ടാണ് സൈദിനെ റഫഅ ചെയ്തത് ലിഅന്നഹു ഫായിലുൻ കാരണം സൈദ് എന്നുള്ളത് ഏതാണ് ഫായിൽ ഫായിലിന് ഇറാബ് എന്താണ് നസ്ബാണ് ഫായിലിനുള്ള ഇറാബ് ഏതാണ് നസ്ബാണ് മർഫൂഅല്ല റഫഅല്ല ആ ഫായിലിന് റഫഅല്ല അതന്നെ പറഞ്ഞതേ എന്താ പറയണേ റഫഅത നീ റഫഅ ചെയ്തു ഏതിന് സൈദൻ ആർക്ക് സെയ്ദിന് എവിടെയുള്ള സൈദിന് ضرب زيد عمرا സൈദിനെ റഫഅ ചെയ്തു അതുകൊണ്ട് ലിഅന്നഹു ഫായിലുൻ ഫായിൽ ആയതുകൊണ്ട് ഏതാണ് ഫായിൽ ആയതുകൊണ്ട് ഏതാണ് ഫായിലാണ് ഫായിലിനുള്ള ഇറാബ് റഫഅാണ് പിന്നെ ഇതാ പറയണേ വനസബ്ത നീ നസ്ബ് ചെയ്തു അംറൻ അംറൻ എന്നതിന് നസ്ബ് ചെയ്തു ലിഅന്നഹു മഫൂലുൻ കാരണം അതേതാണ് മഫൂലും ബി ആയതുകൊണ്ട് മഫൂലും ബി ആണ് മഫൂലും ബിക്ക് ഇറാബ് എന്താണ് നസ്ബ് നസ്ബാണ് അപ്പൊ ലറബ ഫീൽ മാദി സൈദുൻ ഫായില് അംറൻ മഫൂല് ഇതാ ഉദാഹരണം പറയണേ ഖാലല്ലാഹു തആല അല്ലാഹ് പറഞ്ഞു വൽ മലായികതു യദ്രിബൂന വുജൂഹഹും വൽ മലായികതു മലക്കുകൾ യദ്രിബൂന അവരടിച്ചും കൊണ്ടിരിക്കുന്നു വുജൂഹഹും അവരുടെ മുഖങ്ങളെ വുജൂഹഹും അവരുടെ മുഖങ്ങളെ അവിടെ ഏതാ ഫായില് അൽ മലായികത്തു എന്നുള്ള മുബ്തദ യദ്രിബൂന അവരടിച്ചും കൊണ്ടിരിക്കും എന്തൊക്കെയുണ്ട് ഫായില് എന്തിനാണ് അടിച്ചും കൊണ്ടിരിക്കുക വുജൂഹഹും അവരുടെ മുഖങ്ങളെ വുജൂഹ മഫൂലും ബി പ്ലസ് മുളാഫ് മുളാഫുൻ ഇലൈഹി അപ്പൊ മഫ്ഊല് മുത്ലഖ് മസ്തർ ഇക്കാരം മൻസൂബ് ഇക്കാരം മഫ്ഊല് ബിഹി എന്ന് പറഞ്ഞാൽ ഫായിലിന്റെ പ്രവൃത്തി ആരിലേക്ക് വിട്ടുകിടക്കും മഫ്ഊലിലേക്ക് എന്താക്കും വിട്ടുകിടക്കും എന്നാൽ ലാസിം പറഞ്ഞാൽ എന്താ വിട്ടുകിടക്കൂല ഫഹസുന സൈദുൻ സൈദ് നന്നായി സൈദിന്റെ നന്നാകല് അംറിലേക്ക് വിട്ടുകിടക്കുക ഇല്ല അതുകൊണ്ടാണ് ഈ ലാസിമായത് ലാസിമാകുമ്പോ ഫായില് മാത്രമേ ഉണ്ടാവുള്ളൂ ഏതുണ്ടാവൂല മഫൂലും ബി ഉണ്ടാവില്ല ഇനി നോക്കിക്കോളി കഴിഞ്ഞു രണ്ടാമത്തത് മൂന്നാമത്തത് വൽ മഫ്ഊലു ഫീഹി മൂന്നാമത്തത് ഏതാണ് മഫ്ഊലു ഫീഹി ആണ് അപ്പൊ മഫ്ഊല് മുത്ലഖ് കഴിഞ്ഞു മഫ്ഊല് ബിഹി കഴിഞ്ഞു ഇനി പറയാൻ പോണത് മഫ്ഊല് ഫീഹി ആണ് മഫ്ഊല് മുത്ലഖ് മസ്തർ ഇക്കാരം മഫ്ഊല് ബി എന്ന് പറഞ്ഞ ഫായിലിന്റെ പ്രവൃത്തി മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്നത് ഇനി മഫ്ഊല് ഫീഹി എന്ന് പറഞ്ഞാൽ അതിൽ ഫീഹി എന്നുള്ളതിന്റെ അർത്ഥം ഉണ്ടാവും അതെന്തേക്കാരം അതിനെന്തിന്റെ അർത്ഥം ഉണ്ടാകും ഈ എന്ന അർത്ഥം ആ മഫ്ഊല് ഫീഹി ഒന്നിരിക്കൽ ലർഫ് സമാനയിക്കാരം അല്ലെങ്കിൽ ലർഫ് മക്കാനയിക്കാരം പറയട്ടെ നോക്കിക്കോളി വൽ മഫ്ഊലു ഫീഹി എന്ന് പറഞ്ഞാൽ വഹുവ ലർഫു മഫ്ഊലു ഫീഹി ആകുന്ന സാധനം ഏതേക്കാരം എന്താണെന്ന് പറയും ലർഫ് രണ്ടെണ്ണം ഉണ്ട് ലർഫ് സമാനും ഉണ്ട് കാലത്തിന്റെ പിന്നെ എന്തിന്റെ ലർഫുണ്ട്
മക്കാൻ സ്ഥലം, സ്ഥലത്തിന്റെ സ്ഥലത്തിന്. നോക്കോളി. അതാ മഫൂലു ഫീഹി എന്ന് പറഞ്ഞാൽ വഹുവൽ ലർഫു, അത് ലർഫാണ്. വഹുവ, ആ മഫൂലു ഫീഹി നൗഅനി, എത്രയിനാ? രണ്ടിനും. രണ്ട്. ഒന്ന് ലർഫു സമാനിൻ, കാലത്തിന്റെ ലർഫാണ്. വലർഫു മക്കാനിൻ, സ്ഥലത്തിന്റെ ലർഫുമാണ്. ലർഫു സമാനി പറഞ്ഞ കാലത്തിന്റെ മേൽ അറിയിക്കണ ലർഫ്. ലർഫു സമാൻ മക്കാന് പറഞ്ഞാലോ സ്ഥലത്തിന്റെ മേൽ അറിയിക്കണ ലർഫ്. ബഹുവാദി നൗആനി, രണ്ട് ഇനങ്ങളാണ്. ഒന്ന് ലർഫു സമാനിൻ, ഒന്ന് ലർഫു സമാനാണ്. ലർഫു മക്കാനിൻ, ലർഫു മക്കാനാണ്. സ്ഥലത്തിന്റെ മേൽ അറിയിക്കണ ലർഫാണെങ്കിൽ ലർഫു സമാനി, കാലത്തിന്റെ മേൽ അറിയിക്കണാണെങ്കിലോ ലർഫ് മക്കാന്. മക്കാന്. കാലത്തിന്റെ സ്ഥലത്തിന്റെ അറിയിക്കുന്ന നോക്കോളി. ലർഫുസമാനിന്റെ ഉദാഹരണം നഹ്വു കൗലിക, നിന്റെ വാക്ക് പോലെയാണ്. സുംതു ശഹ്റ, മാസത്തിൽ. സുംതു സാമ, നോമ്പ് നോറ്റു. സുംതു നീ നോമ്പ് നോറ്റു. ഞാൻ നോമ്പ് നോറ്റു. സോറി. അശ്ശഹ്റ, മാസത്തിൽ. അതാണ് മഫൂലു ബിഹി. ശഹ്ർ എന്നുള്ള ലർഫ് മക്കാന സമാനാണ്. അതാ ലർഫു സമാനി, ലർഫു സമാനിന്റെ ഉദാഹരണം നഹ്വു കൗലിക, നിന്റെ വാക്ക് പോലെയാണ്. സുംതു ശഹ്റ, മാസത്തിൽ ഞാൻ നോമ്പ് നോറ്റു. സുംതു എന്തൊക്കെയുണ്ട്? അതിന്റെ മഫൂലു ഫീഹി ആണേത്? മാസത്തിൽ. അവിടെ ഫീന്റെ അർത്ഥമുണ്ട്. അപ്പൊ അശ്ശഹ്റ എന്നുള്ളതിനാണ് എന്തെന്ന് പറയുന്നത്? മഫൂലു ഫീഹി അറിയണത്. പിന്നെ മഅരിഫി ആവുമ്പോ അശ്ശഹ്ർ, നക്രി ആവുമ്പോ വസുംതു, ഞാൻ നോമ്പ് നോറ്റു. ഷഹ്റൻ, ഒരു മാസത്തിൽ. എന്തിനാ രണ്ടെണ്ണം കൊടുത്തത് അവിടെ? അപ്പൊ നക്രയാണെങ്കിലും പിന്നെ ലർഫ് സമാനാണ്, മാരിഫ ആണെങ്കിലും ഏതന്നെയാണ്? ലർഫ് സമാൻ തന്നെ. വസിർതു, ഞാൻ നടന്നു. അൽ യൗമ, ഒരു ദിവസത്തിൽ. സാറ, സിർതു, ഞാൻ നടന്നു. എന്തൊക്കെയുണ്ട്? അൽ യൗമ, ഇന്നത്തെ ദിവസത്തിൽ. ലർഫു മക്കാനാണ്. ലർഫു സമാനല്ലേ? വസിർതു യൗമൻ, ഒരു ദിവസത്തിൽ ഞാൻ നടന്നു. അവിടെ അൽ യൗമ എന്നത് മാരിഫയാണ്, യൗമ എന്ന് പറയുന്നതോ നക്കിറയാണ്. വജ്അതു, ഞാൻ വന്നു. അൽ ബുക്റത, ഇന്നലയിൽ. കണ്ടോ? ജിഅ്തുന മഫൂലു ഫീ ആണേത്? അൽ ബുക്റത. ബുക്റ രാവിലെ എന്നല്ല, ഇന്നലെ അല്ലേ ബുക്റ? അല്ല, നാളെ അല്ലേ? ഇന്നലെ ബുക്റ നേരത്തെ വരുമോ? അല്ല, അതല്ല, ആ നേരത്തെ അല്ല. പിന്നെ പുക്കൂറിന് രാവിലെ പോകലുണ്ട്, ആ രാവിലെ അല്ലത്. ആ രാവിലെ ആയിരിക്കും അത്, അതാ നല്ലത്. വജ്അതു, ഞാൻ വന്നു. അൽ ബുക്റത, രാവിലെ. കാരണം ബുക്റത്തിന് രാവിലെ പോകുക എന്നൊരു അർത്ഥമുണ്ട്. നമ്മൾ അറബിയില് ബുക്റാന നാളെ എന്നാണ്. രാവിലെ എന്ന് അർത്ഥമുണ്ട്, നാളെ എന്നും അർത്ഥമുണ്ട്. രണ്ടാണെങ്കിലും ലർഫു സമാന, ലർഫു മക്കാന? ലർഫു സമാനാണ്. വജ്അതു, ഞാൻ വന്നു. അൽ ബുക്റത, ഇന്ന് രാവിലെ. വജ്അതു ബുക്റതൻ,
രണ്ടുമുണ്ട്. ഫശ്ശഹ്റു ഷഹ്റ് എന്നുള്ളത് നസ്ബുൻ, അത് നസ്ബ് ചെയ്യപ്പെട്ടതാണ്. അല ലർഫി ലർഫിന്റെ മേലിൽ നസ്ബ് ചെയ്യപ്പെട്ടതാണ്. ഏത് ഷഹ്റ്? ഏത് ഷഹ്റ്? ഏത് ഷഹറായി പറയണേ? ഞാൻ നോമ്പ് നോക്കി സുംതുഷാണ്. സുംതു ഷഹറാറിനില്ലേ? ആ ഷഹറ് അതിനെ പറ്റിയാ പറയണത്. ഫശ്ശഹ്റു സുംതു ഷഹ്റാറിനോടുത്തുള്ള ഷഹ്റ് നസ്ബുൻ, അതെന്താണ്? എന്താണ്? നസ്ബ് ചെയ്യപ്പെട്ടതാണ്. അല ലർഫി, എന്തിന്റെ മേൽ? ലർഫിന്റെ മേല്. ലർഫിന്റെ മേൽ മേല്. ആരാണ് അതിന് നസ്ബ് ചെയ്തത്? സുംതു വൽ ആമിലു ഫീഹി, അതിലുള്ള ആമില് എന്ന് പറഞ്ഞാൽ ആരാണ് ആ നസ്ബ് ചെയ്തത്? സുംതു. ആരാണ്? ഞാൻ. ആരാണ് നസ്ബ് ചെയ്തത്? ഞാൻ നോമ്പ് നോക്കി എന്നുള്ളതാണ്. സുംതു സുംതു എന്നുള്ള പദമാണ് ഷഹ്റ എന്നുള്ളതിന് എന്ത് ചെയ്തിട്ടുള്ളത്? നസ്ബ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ഇത് മൂന്നാമത്തെ പുസ്തകത്തിൽ ഉദാഹരണത്തിൽ കൂടെ കുറെ വരും കേട്ടോ. ഒന്ന് അതിന്റെ നിങ്ങളുടെ മനസ്സിലൊരു ബോധ്യം ഉണ്ടാക്കി വെക്കുകയാണ് ഇപ്പോൾ ഉദ്ദേശം. അപ്പൊ നിങ്ങൾ എന്തെപ്പോ പഠിക്കണ്ടുള്ളൂ? മഫൂല് ഫീ ആയി വരുന്ന സാധനം ഒന്നിരിക്കൽ ലർഫ് സമാനീകാരം, അല്ലെങ്കിൽ അതാ ഫശ്ശഹ്റു ഷഹ്റു എന്നുള്ളത് നസ്ബ് ചെയ്യപ്പെട്ടതാണ്. അല ലർഫി ലർഫിന്റെ മേല്. വൽ ആമിലു ഫീഹി, അതിലുള്ള ആമില്. എന്താണോ അതിലുള്ള ആമില് പറഞ്ഞാൽ സ്വന്തം നസ്ബ് ചെയ്യൂല. നസ്ബ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ മുമ്പ് ഏതുണ്ടാകണം? ഫീലുണ്ടാകും. ആ ഫീലായിട്ടാണ്ടാകുക ഈ മഫൂലിന്. അതാണ് വൽ ആമിലു ഫീഹി, അതിലുള്ള ആമില് സുംതു സുംതു എന്നാണ്. വൽ യൗമ യൗമ എന്നുള്ളത് നസ്ബ് ചെയ്യപ്പെട്ടതാണ്. വൽ യൗമ യൗമ എന്നുള്ളത് ഐളൻ ഷഹ്റ് പോലെ തന്നെ നസ്ബ് ചെയ്യപ്പെട്ടതാണ്. അല ലർഫി, എന്തിന്റെ മേൽ റഫ് ചെയ്യപ്പെട്ടതാ? വൽ ആമിലു ഫീഹി, അവിടെയുള്ള ആമില് സിർതു സിർതു എന്നാണ്. എന്ന് പറഞ്ഞാൽ സിർതു യൗമൻ എന്ന് പറഞ്ഞാൽ യൗമൻ എന്നുള്ളതിന് നസ്ബ് ചെയ്ത ആമിൽ ആരാണ്? സിർതു. വകദാലിക, അതേപോലെ തന്നെ അൽ ബുക്റത്തു ബുക്റത്തി എന്നുള്ളത് ലർഫുൻ ലർഫാണ്. വൽ ആമിലു ഫീഹി, അതിലുള്ള ആമിൽ ജിഅ്തുൻ ജിഅ്തു എന്നതാണ്. അപ്പൊ അതാണ് ഇപ്പൊ ലർഫ് സമാന്. ലർഫ് സമാൻ മഫൂൽ മുത്തലഖായി വല്ല മഫൂൽ ഫീ അതിന്റെ ഉദാഹരണം പോയി പഠിപ്പിച്ചതൊക്കെ സുംതു ഷഹ്റ, സിർതുൽ യൗമ, ജിഅ്തുൽ ബുക്റ. ഇനി രണ്ടാമത് മഫൂൽ ഫീ ഏതൈക്കാരം? വലർഫുൽ മക്കാനി. ഏതൈക്കാരം? നഹ്വു ഞാനിരുന്നു, ജലസ്തു ഇൻദക നിന്റെ അടുക്കൽ ഞാനിരുന്നു. നിന്റെ അടുക്കൽ എന്ന് പറയുമ്പോ സമാന മക്കാന? മക്കാന. അപ്പൊ ജലസ്തു എന്നുള്ള ഫീല് ഫായില്, ഇൻദ ളർഫ് മഫ്ഊലി ഫീഹി ളർഫ് മഫ്ഊലു ഫീഹി പ്ലസ് മുളാഫ് ക മുളാഫുൻ ഇലൈഹി. അപ്പൊ ഇവിടെ ഈ ഏതായിട്ട് വന്നു? മക്കാനായിട്ട് വന്നു. ഈ എന്നുള്ള ദർഫിന് ആരാണ് നസ്ബ് ചെയ്തത്? ജലസ്തു. ജലസ്തു. ഇതാ പറയുന്ന കുന്തു ഞാൻ നിന്നു, ഖൽഫകാന്റെ പിറകിൽ. ഒക്കെ ഒരു ഫീന്റെ അർത്ഥം ഉണ്ടാവും. വകുന്തു ഞാൻ നിന്നു ഖൽഫകാനിന്റെ പിറകിൽ. കുന്തു പറഞ്ഞ ഖൽഫകാനിന്റെ പിറകിൽ. ഖൽഫ ളർഫ് ഫീഹി പ്ലസ് മുളാഫ് മക്കാന മഫ്ഊലു ഫീഹി മഫ്ഊൽ ഫീഹി മുളാഫ് ക മുളാഫുൻ ഇലൈഹി. അതേപോലെ മശൈത്തു ഞാൻ നടന്നു, ഖുദ്ദാമക
നിന്റെ മുമ്പിൽ ഞാൻ നടന്നു. മക്കാന ഏതാ മഫൂലു ബി? ഖുദ്ദാമ. ഖുദ്ദാമ ഫീല് ഫായില്, ഖുദ്ദാമ മഫ്ഊലു ഫീഹി മുദാഫ്, കാ മുദാഫുൻ ഇലൈഹി. ഇതിലുള്ള ആമിലുകളും ഏതന്നെ ഫീൽ തന്നെയാണ്. അതാ പറയണേ വല്ലാമിലു ആമില് ഫി ഹാദിഹി ളുറൂഫി, ഈ ളർഫുകളിലുള്ള ആമില് ഐളൻ വീണ്ടും അൽ അഫ്ആലുൽ മദ്കൂറത്തു ഖബലഹ, അതിന്റെ മുമ്പ് പറയപ്പെട്ട ഫീലുകളാണ്. ഇപ്പൊ ജലസ്തു ഇൻദക എന്ന് പറഞ്ഞു കൊടുത്ത് ഇന്ദാന്നുള്ള മഫ്ഊൽ ഫീക്ക് ആരാണ് നസ്ബ് ചെയ്തത്? ജലസ്തു. വഖുംതു ഖൽഫക, നിന്റെ പിറകിൽ ഞാൻ നിന്നു. ഖൽഫാന്റെ മഫ്ഊൽ ഫീക്ക് ആരാണ് നസ്ബ് ചെയ്തത്? ഖുംതു. ഖുംതു. ഖുദ്ദാമക, നിന്റെ മുമ്പിൽ ഞാൻ നടന്നു. ഖുദ്ദാമാന്റെ മഫ്ഊൽ ഫീക്ക് ആരാണ് നസ്ബ് ചെയ്തത്? മശീതു. മിശീതു അല്ലട്ടോ, മശീതു. മശീതു. വൽ ആമിലു ആമില് ഫി ഹാദിഹി ളുറൂഫി, ഈ ളർഫുകളിലൊക്കെ ഉള്ള ആമില് അൽ അഫ്ആലുൽ മദ്കൂറത്തു ഖബലഹ, അതിന്റെ മുമ്പ് പറയപ്പെട്ട ഫീലുകളാണ്. വൽ ആമിലു ആമില് ഫി ഹാദിഹി ളുറൂഫി, ഈ ളർഫുകളിലൊക്കെ ഉള്ള ആമില് അൽ അഫ്ആലുൽ മദ്കൂറത്തു ഖബലഹ, അവകൾക്ക് മുമ്പ് പറയപ്പെട്ട ഫീലാണ്. ഇന്ദക്കന്റെ മുമ്പ് പറയപ്പെട്ട ജലസ്തു, ഖൽഫക്കന്റെ മുമ്പിൽ പറയപ്പെട്ട കുംതു, ഖുദ്ദാമിന്റെ മുമ്പ് പറയപ്പെട്ട ഏത്? മശീതു. ഇതൊക്കെയാണ് അതിനുള്ള ആമില്. ഇതാ ആദ്യം മഫ്ഊലു ബി ആയി വരുന്ന സാധനം എന്തേക്കാരം? ഒന്നിരിക്കൽ ലർഫ് സമാന്, ഇനിയോ വകുല്ലു ജാരിൻ വമജ്റൂരിൻ യുസമ്മാ ലർഫാ, എല്ലാ ജാർ മജ്റൂറിനും എന്താ പേര് പറയാ? ലർഫ് എന്നാ പറയാ. എന്താ പറഞ്ഞത്? വകുല്ലു ജാരിൻ മജ്റൂരിൻ, എല്ലാ ജാറ് മജ്റൂറും യുസമ്മ, അതിന് പറയപ്പെടും ലർഫൻ, എന്തെന്ന് പറയപ്പെടും? ലർഫിന് അത് പഠിച്ചാൽ മതിയായിട്ട്. അപ്പൊ 3 പഠിച്ചേ: മഫ്ഊൽ മുത്ലഖ്, മസ്ദർ, മഫ്ഊൽ ബിഹി, ഫായിലിന്റെ പ്രവൃത്തി മഫ്ഊലിലേക്ക് വിട്ടുകിടന്നത്, മഫ്ഊൽ ഫീഹി പറഞ്ഞാൽ ഫീന്റെ അർത്ഥം ഉണ്ടാവും. മഫ്ഊൽ ഫീ ആയി വരുന്ന സാധനം ഏതേക്കാരം? ലർഫ് മക്കാനും ലർഫ് സമാൻ. ഇനി അടുത്തത് മഫ്ഊൽ ലഹു ആണ്. അത് ഇൻഷാ അല്ലാഹ് പിന്നെ എടുക്കാം, അവിടെ വെക്കട്ടെ. ഇതിപ്പം നിങ്ങൾ മഫ്ഊലുകളുടെ ഇനങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. മഫ്ഊൽ മുത്ലഖ് മസ്ദറൈക്കാരം, അത് ആ മസ്ദറിന്റെ അതേ ഫീൽ തന്നെയാണ് ഏതായിട്ട് വരിക? ആമിലായിട്ട്. മഫ്ഊൽ മുത്ലഖിന് നസ്ബ് ചെയ്യുന്ന ഫീല് ആ മസ്ദറിന്റെ അതേ ഫീലൈക്കാരം. ഇപ്പൊ ലറബത്തു ലറുബൻ, ഒരടിക്കൽ അടിച്ചു. ലർബ് എന്നുള്ളതിന് നസ്ബ് ചെയ്തതാരാ? ലറബ. ലറബയിൽ നിന്നുള്ളതാണ് ഏത്? ലർബ്. ലർബ് ലർബ് ഫഅല് എന്ന സുക്കൂനാണ് ലർബ്. മ്യൂട്ടേക്ക